അസ്സലാമു അലൈക്കും. നമസ്കാരം സുഹൃത്തുക്കളെ, അബ്ബാസ് കല്ലുറ്റിയാണ്. ഞാൻ ഇന്നുള്ളത് കൊണ്ടോട്ടി, നമ്മുടെ ഒളവട്ടൂർ ഭാഗത്ത് നല്ലൊരു 6 സെൻറ്റ് സ്ഥലവും ഒരു 1300 സ്ക്വയർ ഫീറ്റ് വരുന്ന നല്ല അടിപൊളി ഒരു വീടും. ഓക്കെ, വീടിൻ്റെ പണിയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ കണ്ണ് തള്ളിപ്പോവും. വിലയാണെങ്കിൽ 23 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. ചെറിയൊരു പൈസ നമ്മൾ കുറച്ചിട്ട് നമുക്ക് പ്രോപ്പർട്ടി വാങ്ങാൻ പറ്റും കേട്ടോ. അപ്പോൾ ആ കാറ് കാണുന്ന ഭാഗത്തു നിന്ന് നമുക്ക് ഇങ്ങോട്ട് ജസ്റ്റ് ഒരു നടവഴിയാണ് വരുന്നത് കേട്ടോ. ബാക്കിയുള്ള കാര്യങ്ങൾ കൺട്രോൾ പൈസ ഉള്ളവർക്ക് എന്താക്കാം, അത് റോഡാക്കി എടുക്കാൻ സാധിക്കും കേട്ടോ. അതൊക്കെ നിങ്ങളെ കഴിവാണ്. നമുക്ക് പിന്നെ ഇവിടെ ഇങ്ങനെ തുടങ്ങാൻ നല്ലൊരു ചാമ്പമരം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ നല്ലൊരു സിറ്റ് ഔട്ട് കേട്ടോ, അതിഗംഭീരമായിട്ടുള്ള സിറ്റ് ഔട്ട് തന്നെ പറയേണ്ടി വരും. നല്ലൊരു സിറ്റ് ഔട്ട് കാര്യങ്ങൾ, നല്ല സ്പേസ്, എല്ലാ ഭാഗത്തും നല്ല സ്പേസ് കാര്യങ്ങളുണ്ട്. നല്ല ഡിസൈനിൽ ചെയ്തിട്ടുണ്ട്. സിറ്റ് ഔട്ടൊക്കെ ഭാഗങ്ങൾ നമുക്ക് ഈ ഭാഗം ഇങ്ങനെ കൃത്യമായി നമുക്ക് ഫ്രണ്ട് നമുക്കൊരു നല്ലൊരു ബഡ് പ്ലാവ് വേറെ കൊടുത്തിട്ടുണ്ട്. ചുറ്റുമതിലൊക്കെ കൃത്യമായി ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ അകത്തളം ഒന്ന് കാണാം. അപ്പോൾ നമ്മൾ ഫ്രണ്ട് ഡോർ ഒന്ന് കണ്ട് നമ്മൾ നേരെ കയറാം കേട്ടോ. നിങ്ങൾ ഇത് നോക്കി സിറ്റ് ഔട്ടിൽ ഒട്ടിച്ചിട്ട് മാർബിൾ നോക്കി, നിങ്ങൾ അടിപൊളി മാർബിളൊക്കെ കൊടുത്ത് നല്ല അടിപൊളി ജനലിലെ കാര്യങ്ങൾ അതിവിശാലമായ രീതിയിൽ ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ചെയ്തിട്ടുണ്ട്. ഡോറ് കാര്യങ്ങളൊക്കെ നോക്കി നിങ്ങൾ സൂപ്പർ. നമ്മൾ ഉള്ളിലേക്കൊന്ന് കയറി വെക്കാം കേട്ടോ. അൽഹംദുലില്ലാ, ഇതാ നോക്കി നിങ്ങൾ ഉള്ളിലേക്ക് നടക്കടോ. അപ്പോൾ ഭാഗത്തേക്ക് നമുക്ക് കയറാം. ഫുള്ള് മാർബിൾ, ഒറ്റക്കല്ല് മാർബിളിൽ തീർത്തൊരു വീടാണ്. നല്ല ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഡൈനിങ് ഹാളും ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ. അത്യാവശ്യം നോക്കാൻ മാത്രം ഡൈനിങ് ഹാളുണ്ട്. നല്ല സോഫ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതാ ഒരു ബെഡ്റൂമിലേക്കൊന്ന് നമുക്ക് കയറി വെക്കാം കേട്ടോ. നല്ല ഫുൾ ഇത് നമ്മൾ പ്ലൈവുഡ് അല്ല കേട്ടോ, നല്ല അടിപൊളിയായിട്ട് റൂം ഒന്ന് ജസ്റ്റ് നോക്കിയോളൂ. നല്ല വൃത്തിയുള്ള റൂമാണ്. എ സി കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ജനലാണെങ്കിലൊക്കെ നല്ല സ്റ്റേബിളായിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഷോക്കേസ് ഉണ്ട്. ഇത് ഇവിടെ ഫിക്സഡാട്ടോ ഈ അലമാരയൊക്കെ. അതുപോലെ തന്നെ നമുക്ക് ഒരു കോമൺ ബാത്റൂം നിലവിലുണ്ട്. പിന്നെ നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് കയറി വെക്കാം. ഓക്കെ, രണ്ടാമത്തെ ബെഡ്റൂം നല്ല വൃത്തിയുള്ള ബെഡ്റൂമാണ്. അതുപോലെ തന്നെ നമുക്ക് ഒരു ലിവിങ് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള ലിവിങ് സെറ്റാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഹാൻഡ് വാഷിനുള്ള സൗകര്യം വേറെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കിച്ചണൊന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. ഓക്കെ, നല്ല കബോർഡ് കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹാൻഡ് വാഷിനുള്ള സൗകര്യം, നമ്മളെ ഫ്ലോർ ബാത്ത് വെക്കുന്ന കബോർഡ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഫ്രിഡ്ജ് വെക്കാൻ സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ ഇതാ നമ്മൾ ഇവിടുന്ന് രണ്ടാമത്തെ കിച്ചണിലേക്ക് ഇവിടെ ചിമ്മിണി കൂടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് രണ്ടാമത്തെ ഒരു കിച്ചണിലേക്ക് ഔട്ട് സൈഡിൽ ഒരു കിച്ചൺ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആലുവാടുപ്പ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതാ നമുക്ക് ഈ ഭാഗത്ത് ഇങ്ങനെ സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്ത് ഇങ്ങനെ സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇതൊരു ബാത്റൂമാണ്, പുറത്തുനിന്നുള്ള ബാത്റൂം കാര്യങ്ങൾ. ഇവിടുന്ന് നമ്മൾ പുറത്ത് ഇറക്കുന്ന സമയത്ത് ഈ സിസ്റ്റമാണ് വരുന്നത് കേട്ടോ. ഒറ്റ പാച്ചിൽ നമുക്ക് മുകളിലേക്കുള്ള സ്റ്റെയർ ഒന്ന് പരിചയപ്പെടാം. ഈ സ്റ്റീലൊക്കെ ഭയങ്കര സെറ്റപ്പുള്ള ഈ കമ്പിയൊക്കെ നോക്കി നിങ്ങൾ ഒരു ആന പിടിച്ചാൽ പോലും പൊട്ടില്ല. അജ്ജാതി കട്ടിയുള്ള കമ്പിയാണ് കൊടുത്തിട്ടുള്ളത്. കാണിക്കാതെ ഉണ്ടോ, സാധാരണ ലോക്കൽ പൈപ്പാണ് കൊടുക്കുക. നല്ല കമ്പി, നല്ല അടിപൊളി കമ്പി സ്റ്റീൽ കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. വർക്കൊക്കെ നല്ല കണ്ടീഷൻ വർക്കാണ്. ഇവിടെ മുകളിൽ നമുക്കിതാ ഞാൻ എവിടെയും അങ്ങനെ കണ്ടിട്ടില്ല, ഇങ്ങനെ ഒരു സെറ്റപ്പ് ഇവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇത് നമുക്ക് റൂമാക്കണമെങ്കിൽ റൂമാക്കാം. ഫ്ലൈവുഡിനകത്ത് കൊടുത്തു കഴിഞ്ഞാൽ റൂമാക്കാം. അതുപോലെ തന്നെ നമുക്ക് ടെറസിൻ്റെ മുകളിലേക്കൊന്ന് കയറി വെക്കാം. ആഹാ, എന്താ കാറ്റ് നോക്കി നിങ്ങൾ. ഈ കാണുന്ന പള്ളിയാണ് കേട്ടോ. നമ്മളെ കാറ് നിൽക്കുന്നതിന് തൊട്ടടുത്തുള്ളത് ഈ പള്ളി. ഓക്കെ, പള്ളിയാണ്. അടുത്ത വീടുകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പം 23 ലക്ഷം രൂപയാണ് ഈ പാർട്ടി അതിന് ആവശ്യപ്പെടുന്നത്. പിന്നെ നമുക്ക് വിറക് വെക്കാൻ ഇവിടെ ഓപ്പൺ ടെറസ് ഒരു സ്പേസ് ഇങ്ങനെ റെഡിയാക്കിയിട്ടുണ്ട്. അത് കൂടാതെ വേറൊന്നും കൂടി ഉണ്ട്. ഇവിടെ നോക്കി നിങ്ങൾ, ഈ കിച്ചണിൻ്റെ ഭാഗത്ത് നമുക്ക് ഇങ്ങനൊരു സംവിധാനം ചെയ്തിട്ടുണ്ട്. എന്താ ഒക്കെ നല്ല അടിപൊളിയായിട്ട് വിറകൊക്കെ വെക്കാനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട്. ഇവിടെ തെങ്ങ്, അപ്പോൾ എന്നാൽ വെള്ളത്തിന് അപ്പോൾ എന്താ ചോദിക്കും, 3 തെങ്ങ് ഇവിടെ അടുപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്ന് കായ്ച്ചിട്ടുണ്ട്. വെള്ളത്തിൻ്റെ സൗകര്യം പൊതു കിണറുണ്ട് ഇവിടെ. പൊതു കിണറാണ്, അതിൽ നിന്നാണ് വെള്ളം എടുക്കുന്നത് കേട്ടോ. വെള്ളത്തിന് ബുദ്ധിമുട്ടുള്ള ഏരിയ അല്ല. ഇതിൻ്റെ ഒരു വ്യൂ കേട്ടോ. അപ്പം മുകളിലത്തെ റൂഫിങ് നമുക്ക് നോക്കാം. ഓടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ മുകളിലേക്കൊക്കെ വീടുകൾ ഇഷ്ടംപോലെ വലിയ വലിയ വീടുകളൊക്കെ ഉണ്ട്. വലിയ ഭാഗത്തൊക്കെ വലിയ വീടുണ്ട്. അപ്പോൾ നമ്മൾ കൊണ്ടോട്ടിന്ന് ഏകദേശം 12 കിലോമീറ്ററാണ് ഈ വീട്ടിലേക്ക് വരുന്ന ദൂരം കേട്ടോ. ഒളവട്ടൂർ എന്ന ഭാഗത്താണ് വീടുള്ളത്. നല്ലൊരു ഏരിയയാണ്. ഒരുപാട് ആളുകൾ തിങ്ങി താമസിക്കുന്നൊരു ഏരിയ തന്നെയാണ്. അപ്പം എല്ലാ ഭാഗമാണെങ്കിലും മെയിൻ്റനൻസ് ഒന്നും പ്രത്യേകിച്ച് ചെയ്യാനില്ല.
ഒരു പെയിൻറ്റിങ്ങിൻ്റെ ഒരു കുറവ് മാത്രമേ നമുക്കിവിടെ കാണാനുള്ളത് കേട്ടോ. നിങ്ങൾ എല്ലാ ഭാഗം കാണിക്കുന്നുണ്ട്. ഓക്കെ, ഭാഗം നമുക്ക് നോക്കാം. നമുക്കൊരു റംബുട്ടാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ തന്നെ ഈ ഒരു ഭാഗത്ത് നമുക്കിതാ ഈ ഒരു ഡിസൈന് കാര്യങ്ങൾ നല്ലൊരു ചാനലിൽ. പിന്നെ നമുക്ക് ഈ ഭാഗത്തേക്ക് വരുമ്പോൾ നല്ലൊരു ബെഡ് പ്ലാവ് വീണ്ടും കൊടുത്തിട്ടുണ്ട്. ഇതാ ഓക്കെ, നമുക്ക് ഫുള്ള് ചുറ്റുപാട് കൊടുത്ത് ഒക്കെ വൃത്തിയാക്കിയിട്ടുണ്ട്. ഞാൻ മുകളിൽ നിന്ന് ഞാൻ കാണിച്ച ഒരു ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം കൂടി കാണിക്കാം. ഇവിടെ വിറക് വര ഒക്കെ ആക്കിയിട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പം ആട് മുയൽ കാര്യങ്ങളൊക്കെ വളർത്തണമെങ്കിൽ അതിനുള്ള സൗകര്യമുണ്ട്. മുകളിൽ റൂഫിങ് ഒക്കെ കൊടുത്തിട്ട് പുറത്ത് നമുക്ക് എയർപോർട്ടിലൊക്കെ പോയാൽ കാണുന്ന ഒരു ബാത്റൂം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്.